സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമായില്ലെങ്കിലും ബേപ്പൂർ സീറ്റിൽ അനൌദ്യോഗികമായി പ്രചാരണം തുടങ്ങി പി.വി. അൻവർ. ലീഗ് നേതാവ് മായനാജി ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രമുഖരെ പി.വി. അൻവർ നേരിട്ട് കണ്ട് പിന്തുണ തേടി. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ പി.വി. അൻവറിലൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാമെന്നാണ് യു.ഡി.എഫിന്റെ കണക്കുകൂട്ടൽ. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ നേരിടാൻ പി.വി. അൻവറിനെ തന്നെ രംഗത്തിറക്കാനാണ് യു.ഡി.എഫിലെ പ്രാഥമികമായ ധാരണ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചരണത്തിന് പി.വി. അൻവർ തുടക്കമിട്ടത്. ഇന്നലെയും ഇന്നുമായി ബേപ്പൂരിലെത്തി മണ്ഡലത്തിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് പി.വി. അൻവർ. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മണ്ഡലത്തിലെ പ്രധാന യു.ഡി.എഫ് നേതാവുമായ എം.സി. മായിൻ ഹാജിയെ നല്ലാളത്തെ വീട്ടിലെത്തി കണ്ടു. കെ.എൻ.എം സംസ്ഥാന പ്രസിഡന്റ് ടി.പി. അബ്ദുള്ളക്കോയ മദനിയുമായും അൻവർ കൂടിക്കാഴ്ച നടത്തി. സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖരെയും പി.വി. അൻവർ കാണുന്നുണ്ട്. സംസ്ഥാനത്തെ എൽ.ഡി.എഫ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ അത് പ്രതിഫലിക്കുന്ന ഒന്നാമത്തെ മണ്ഡലമായി ബേപ്പൂർ മാറുമെന്നാണ് യു.ഡി.എഫിന്റെ കണക്കൂട്ടൽ. ഇത് മുതലെടുക്കാൻ പി.വി. അൻവറിനാകുമെന്നും യു.ഡി.എഫ് കരുതുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് ബേപ്പൂർ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു.ഡി.എഫിന് വലിയ നേട്ടമുണ്ടാക്കാനായി. പി.വി. അൻവർ വരുന്നതോടെ പിണറായി സർക്കാരിനെതിരെ വികാരം ശക്തമായി ഉയർത്താൻ കഴിയുമെന്നും അതുവഴി മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നാണ് യു.ഡി.എഫ് കണക്കൂട്ടൽ. പി.വി. അൻവർ കൂടി രംഗത്തിറങ്ങുന്നതോടെ ബേപ്പൂരിലെ മത്സരം പൊടിപാറുമെന്ന് ഉറപ്പാണ്. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.